ഹായ് ഫ്രണ്ട്സ്, നേരം വൈകുന്നേരമായി കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട്. എന്നാൽ പിന്നെ വൈകുന്നേരത്തെ കുറച്ച് അൺബോക്സിങ് പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അൺബോക്സിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇന്ന് അപ്പച്ചൻ പുറത്തേക്ക് പോയപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചൻ കുറച്ച് മുന്തിരിയും ആപ്പിളും പിന്നെ കുറച്ച് പച്ചക്കറിയും പിന്നെ കുറച്ച് 4 മണിക്ക് കഴിക്കാനുള്ള സ്നാക്സ് പോലുള്ള ഐറ്റംസൊക്കെ മേടിച്ചു കൊണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു. മുന്തിരി ഞാൻ ആദ്യം തന്നെ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാൽ വലിയ രസമില്ല. അപ്പോൾ അതൊന്ന് കഴുകി പാത്രത്തിലാക്കി വയ്ക്കണം. പിന്നെ ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതേ, പണ്ട് ഞാൻ കോൺവെൻറ്റിൽ നിന്നിരുന്ന സമയത്ത് അവിടെ ഒരു സിസ്റ്റർ അച്ഛന്മാർക്ക് ഫുഡ് കൊടുക്കണ കൂട്ടത്തിൽ ഫ്രൂട്ട്സും കൊടുക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നല്ല ചൂട് ഭക്ഷണം നല്ല കുറ്റി പോലുള്ള കാസറോളിൽ ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അതിൽ 4 പാത്രങ്ങളുണ്ട് ആ കാസറോളിൽ. അപ്പോൾ 3 പാത്രത്തിൽ ചോറ്, കറി, ഉപ്പേരി, അങ്ങനെ 3 തട്ടിലേക്കുള്ളതായി. 4ാമത്തെ തട്ടിലിപ്പോൾ എന്ത് ചെയ്യാം, ഫ്രൂട്ട്സ് വയ്ക്കാമെന്ന് വിചാരിച്ച് സിസ്റ്റർ ഇതുപോലെ എന്ത് ചെയ്തു, കഴുകി വൃത്തിയാക്കി മുന്തിരി വെച്ചു കൊടുത്തു. എന്നിട്ട് അത് കൊടുത്തയച്ചു. പിന്നീട് ഒരിക്കൽ അച്ഛൻ സിസ്റ്ററിനെ കണ്ടപ്പോൾ പറഞ്ഞു, എന്താ പറയുക, ഭക്ഷണമൊക്കെ കൊള്ളാം, സൂപ്പറാണ്, പക്ഷേ എനിക്കിനി മുതൽ പുഴുങ്ങിയ മുന്തിരി കൊടുത്തയക്കണ്ട കേട്ടോ എന്ന്. അതായത് കാസറോളിലിരുന്ന് മുന്തിരി പുഴുങ്ങി ചൂടടിച്ച് വെന്തു വാടി പോയിന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് ഞങ്ങളെല്ലാവരും ചിരിച്ചു തള്ളി. ആ കാര്യമാണ് ഇപ്പോൾ ഓർമ്മ വന്നത്. അങ്ങനെ മുന്തിരി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടു. പിന്നെ ആപ്പിൾ എന്തോരം ഉണ്ടെന്ന് തുറന്ന് നോക്കുകയാണ്. ആപ്പിള് നല്ല വിലയാണ്. അത്ര ആപ്പിളിന് 4 ആപ്പിളേ ഉള്ളൂ കേട്ടോ, 1.5 കിലോ. കുഞ്ഞ് ആപ്പിളാണ്. 4 ഞാൻ അതുപോലെ തന്നെ കെട്ടി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഭയങ്കര മടിയാണ്, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ആകെപ്പാടെ ഒരു ഉഷാറില്ല. അപ്പോൾ അതുപോലെ തന്നെ അത് എടുത്ത് വയ്ക്കാമെന്ന് കരുതി. അടുത്തത് കുറച്ച് പച്ചക്കറിയാണ്. പച്ചക്കറി എന്തൊക്കെയാണെന്ന് നോക്കിയപ്പോൾ ഈ ഡയറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് പ്രോട്ടീൻ അടങ്ങിയ സ്വീറ്റ് പൊട്ടാറ്റോ, ചക്കരക്കിഴങ്ങ് വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു. അത് വാങ്ങിച്ചിട്ടുണ്ട് രണ്ടും. പിന്നെ ക്യൂക്കമ്പർ ഉണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്സ് കൂടിയുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു കവറിലാക്കി വയ്ക്കാമെന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചു. എന്നിട്ട് അത് കെട്ടി എടുത്ത് വയ്ക്കാം എന്നൊക്കെ. പിന്നെ എൻ്റെ ആലോചന മാറി, രണ്ട് കവറിലിടാം, ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നിട്ട് പച്ചക്കറീസ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം, കിഴങ്ങ് പുറത്ത് വയ്ക്കാം എന്ന് കരുതിയിട്ട് ആദ്യം പച്ചക്കറികളൊക്കെ ആ കവറിൽ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി, കുക്കുംബറും ക്യാരറ്റ്സും എണ്ണം കൂടുതലല്ലേ, കിഴങ്ങല്ലേ എണ്ണം കുറവ്, അപ്പോൾ കിഴങ്ങെടുത്ത് പുറത്തേക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കിഴങ്ങ് 2 എടുത്ത് പുറത്തേക്ക് വെച്ചു. എന്നിട്ട് ബാക്കിയെല്ലാം കൂടി കെട്ടി എടുത്ത് വെച്ചു. ഇനി കിഴങ്ങിനൊരു കവർ തപ്പണം, അതാണ് അടുത്ത പരിപാടി. ഇത് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഒരു കവർ എനിക്ക് കിട്ടി. അതെന്തിൻ്റെ കവറാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ ഒരു പോളിത്തീൻ്റെ കവർ, എനിക്കിതുപോലത്തെ കവറാണ് ഇഷ്ടം. അപ്പോൾ കാണും കേട്ടോ നിങ്ങൾ കവറ്, ഇതുപോലത്തെ കവറ് സൂപ്പർ കവറാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കാണുന്ന കവർ എന്താ സാധനം എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ അതും കെട്ടി അത് പുറത്ത് വയ്ക്കാം, ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ എന്നോർത്ത് അത് കെട്ടി എടുത്ത് വെച്ചു. സ്വീറ്റ് പൊട്ടാറ്റോ എന്നൊക്കെ എന്താണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്, പക്ഷെ പണ്ട് എന്തോരം കഴിച്ചു കൂട്ടിയിട്ടുള്ള സാധനം. പിന്നെ അടുത്ത് പാക്ക് ചെയ്യേണ്ടതാണ് മുരിങ്ങക്കായ. ഇത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ചേച്ചി സ്നേഹപൂർവ്വം അവരുടെ മുരിങ്ങയിലുണ്ടായ മുരിങ്ങക്കായ ആഴ്ചയിൽ 2 വീതം ഞങ്ങൾക്ക് തരാറുണ്ട്. അതാണ് ഇന്ന് വന്ന ഐറ്റമാണത്. അപ്പോൾ അതും എടുത്തു വെച്ചു. ഇനി കുറച്ച് മുന്തിരി കഴിക്കാം. ആ കൂട്ടത്തിൽ അപ്പച്ചൻ കുറച്ച് എന്തോ കൊണ്ടുവന്നുണ്ട്, അത് നോക്കട്ടെ. ഞങ്ങളിവിടെ അടുത്തുള്ള നല്ലൊരു ബേക്കറിയാണ് ബിഗ് കേക്ക് ഹൗസ് എന്ന് പറയുന്നത്. ഒരു കോൺ പ്രൊഡക്റ്റാണ് ബ്രെഡൊക്കെ. മിച്ചറും കടലൊക്കെ ആരുണ്ടാക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും അതും നല്ല സാധനങ്ങളാണ്. അവിടുത്തെ കട്ട്ലേറ്റ് ഉണ്ട് ബീഫിൻ്റെ, ഒരു രക്ഷയില്ല, സൂപ്പർ കട്ട്ലേറ്റാണ്.
ആരെങ്കിലുമൊക്കെ ഈ വടക്കാഞ്ചേരി ഭാഗത്തുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ബിഗ് കേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ 2-3 ബിഗ് കേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കട്ട്ലേറ്റൊന്നും ഒരു രക്ഷയില്ലാത്തതാണ്. അടിപൊളി കട്ട്ലേറ്റാണ്, സൂപ്പർ. അങ്ങനെ മുന്തിരി കഴിച്ച് വിട പറയാമെന്ന് കരുതി. ഇതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കണം, പോകണം.